രാഹുൽ ഒരുങ്ങുകയാണ് അണിയറയിൽ. ബാംഗ്ലൂരിൽ പൊട്ടിച്ച ബോംബ് രാജ്യത്തെ ആകമാനം പിടിച്ചു കുലുക്കിയിരുന്നു. രാഹുൽ ഗാന്ധി നിരത്തിയ തെളിവുകൾ കണ്ട് രാജ്യം അമ്പരന്നു. അതിന് പിന്നാലെ വാരണാസിയിൽ ഒരു അണുബോംബ് പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി. മോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ നിന്ന് പുറത്തുവരുന്ന ആ വലിയ തെളിവിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. തെളിവുകൾ ശേഖരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ മോദി നേരിട്ടിടപെട്ട് നടത്തിയ വോട്ട് ചോരിയുടെ തെളിവുകൾ ഓരോന്നോരോന്നായി ശേഖരിച്ച് ഹൈഡ്രജൻ ബോംബിന് സമാനമായ ഒരു വലിയ സ്ഫോടനത്തിന് തയ്യാറെടുക്കുമ്പോൾ മോദിക്കെതിരെ പഴുതടിച്ച് മുന്നോട്ട് കുതിക്കാൻ പാതകൾ വിശാലമാക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങുന്നത്. അരിച്ചെടുത്ത തെളിവുകൾ ജനത്തിന് മുന്നിൽ നിരത്താനുള്ളതാണ്. അതിൽ കറപുരളാൻ പാടില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് നിർബന്ധവുമുണ്ട്. അതുകൊണ്ടാണ് സൂക്ഷ്മ പരിശോധനയ്ക്കായി അദ്ദേഹം സമയം ചെലവഴിക്കുന്നത്. പ്രധാനമന്ത്രി മോദി കൊട്ടിഘോഷിച്ച് തൻ്റെ ജന്മദിനം പ്രൊപ്പഗാണ്ടയാക്കുമ്പോൾ പക്ഷേ രാഹുൽ കഠിനമായ അധ്വാനത്തിലാണ്. തെളിവുകൾ അതിസൂക്ഷ്മമായി പരിശോധിക്കുന്ന അധ്വാനത്തിൽ. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ദൃശ്യങ്ങളും മെഷീൻ റീഡബിൾ വോട്ടർ പട്ടികയിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലെ നേട്ടം. ഹരിയാനയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലെയും ഗുജറാത്തിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സമഗ്രമായ വിവരങ്ങൾ കോൺഗ്രസ് ശേഖരിച്ചു കഴിഞ്ഞു. ഇന്നോ നാളെയോ രാഹുൽ ഗാന്ധി ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്നാണ് അറിയുന്നത്. ഇത് രണ്ടാമത്തെ വോട്ട് ചോരി വെളിപ്പെടുത്തലാവും. വാരണാസിയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടുമാവും രാഹുൽ ഗാന്ധി പുറത്തുവിടുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ അട്ടിമറിയാണ് BJPയെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചത് എന്ന് ഇതിനോടകം തന്നെ ഇന്ത്യൻ ജനം ചർച്ച ചെയ്തു കഴിഞ്ഞു. ബീഹാറിൽ രാഹുൽ നടത്തിയ വോട്ടധികാർ യാത്ര ഒരു വലിയ പ്രചോദനമായി കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും മാറിക്കഴിഞ്ഞു. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു പറക്കാൻ ഇത് കാരണമായി. ഇതിൻ്റെ ബാക്കി പത്രം എന്നതുപോലെയാണ് രാഹുൽ ഗാന്ധി ഒരു മഹായുദ്ധത്തിനു കൂടി സജ്ജമായി യുദ്ധകാഹളം മുഴക്കുന്നത്. പടക്കളത്തിൽ ഇറങ്ങാതെ കോട്ടയ്ക്കകത്ത് അമ്പരന്ന് മോദി ഇരിക്കുകയാണ്. വാരണാസിയിൽ ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയാൽ അത് തൻ്റെ തകർച്ച പൂർണ്ണമാക്കും എന്നറിയാവുന്ന മോദി രാഹുലിനെതിരെ സർവ്വസന്നാഹങ്ങളും ഒരുക്കി തടയാൻ നോക്കിയപ്പോഴൊക്കെ അവിടെയെല്ലാം വിജിഗീഷുവിനെ പോലെ രാഹുൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞ് മുന്നേറി. BJP മന്ത്രിയെ തന്നെ നിരത്തിലിറക്കി രാഹുൽ ഗാന്ധിയെ പരസ്യമായി തടയാൻ ശ്രമമുണ്ടായപ്പോഴും രാഹുൽ ഗാന്ധി അതൊരു സാധാരണ പ്രതിഷേധമെന്ന രീതിയിൽ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പ്രതികരിക്കാൻ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ വളരെ പക്വതയോടെ നിയന്ത്രിക്കുന്ന രാഹുൽ ഗാന്ധിയെയും കാണാം നമുക്കവിടെ. തൻ്റെ ലക്ഷ്യത്തെ തകർക്കാൻ ഏത് വിധേനയും BJPയും സർക്കാരും ശ്രമിക്കുമെന്നറിയാവുന്ന രാഹുൽ ഗാന്ധി എല്ലാ പ്രതിഷേധങ്ങളും പുഞ്ചിരിയോടെ എതിരേറ്റു. കാരണം താൻ പ്രഖ്യാപിച്ച ഹൈഡ്രജൻ ബോംബ് പ്രതീക്ഷിക്കുന്ന ജനകോടികൾ ഇവിടെയുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ ജനതയോട് എനിക്കൊരു പ്രതിബദ്ധതയുണ്ട്. അത് ഞാൻ നിറവേറ്റും. അതാണ് ജനം എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. BJP തുടർച്ചയായി രാജ്യത്ത് വോട്ട് കൊള്ള നടത്തി ജനാധിപത്യത്തെ തകർത്ത് ഏകാധിപത്യത്തോടെ ഭരണത്തിലേറിയതിൻ്റെ പിന്നിലെ രഹസ്യം ഇത്തരത്തിൽ വോട്ട് കൊള്ളയായിരുന്നു എന്ന സത്യം ഇന്ത്യൻ ജനത ഞെട്ടലോടെ കണ്ടറിഞ്ഞപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ ചതിയുടെ ചരിത്രം പുറത്തു വരികയാണ്. ബാംഗ്ലൂർ സെൻറ്ററിൽ, ബീഹാറിൽ, ഒറീസയിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, കേരളത്തിൽ ഒക്കെ വ്യാപിക്കുന്ന ഈ തട്ടിപ്പിൻ്റെ കണക്കുകൾ രാജ്യത്തെ ആകമാനം തകർക്കുന്ന അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരി തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യം എവിടെ എത്തിപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഇങ്ങനെ അരാജകത്വം നടമാടിയാൽ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് അരക്ഷിതാവസ്ഥയോടെ ജനം ചോദിക്കുന്നത്. അവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ പ്രാധാന്യം. അദ്ദേഹം രാപ്പകലില്ലാതെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ കഠിന പ്രയത്നത്തിലാണ്. ആ പ്രവർത്തന ഫലമാണ് നാളെയോ അടുത്ത ദിവസമോ പൊട്ടിക്കാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ്. അത് മോദിയെ മാത്രമല്ല
BJPയെയും സംഘപരിവാർ സംഘടനകളെയും അടക്കം രാജ്യത്തിൻ്റെ ഭരണപ്രക്രിയയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന സകല സംഘടനകൾക്കും ഞെട്ടലാവും, തകർച്ചയാവും. ഹൈഡ്രജൻ ബോംബ് പൊട്ടട്ടെ, യാഥാർത്ഥ്യം ജനം തിരിച്ചറിയട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.